നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഒന്നും മിസ്സാക്കല്ലേ. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ്. കട്ടയ്ക്ക് പിടിച്ച ഫുൾ മാർക്ക് തന്നെ ഇങ്ങ് വാങ്ങാൻ വേണ്ടി പറ്റുവേ. അപ്പോൾ തുടങ്ങാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോവാം. എന്നാലേ എനിക്ക് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ധൈര്യമായിട്ട് കമന്റ് സെക്ഷനിൽ ഇട്ടോളൂ. ഞാൻ എല്ലാം വായിക്കും. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് ചുഴലിക്കാറ്റുകളെ പറ്റിയാണ്. 2022-23 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ 2022 വീശിയടിച്ച കുറച്ച് ചുഴലിക്കാറ്റിന്റെ പേരാണ്. ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നത് പോലെ അതിന്റെ പേരുകളും PSC പരീക്ഷകളിൽ വീശിയടിക്കാറുണ്ട്. അപ്പോ നോക്കിയിരിക്കണം. മാൻഡസ് എന്ന ചുഴലിക്കാറ്റ് 2022 ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ്. ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് 2022 മാൻഡസ് എന്ന ചുഴലിക്കാറ്റാണ്. നന്മഡോൾ, പേരില് നന്മയുണ്ടായിരുന്നെങ്കിലും വലിയ നന്മയൊന്നും ഇല്ലാത്തൊരു ചുഴലിക്കാറ്റായിരുന്നു. ജപ്പാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് 2022 ജപ്പാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് നന്മഡോൾ എന്ന ചുഴലിക്കാറ്റ്. നൽകെ എന്ന ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഫിലിപ്പൈൻസിലാണ്. 2022 ഫിലിപ്പൈൻസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് നൽകെ എന്ന ചുഴലിക്കാറ്റ്. സിത്രാങ് ഇമ്പോർട്ടന്റ് ആണ്. 2022 ബംഗ്ലാദേശിനെയും ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും ബാധിച്ച ഒരു ചുഴലിക്കാറ്റാണ് സിത്രാങ് എന്ന ചുഴലിക്കാറ്റ് 2022 ബംഗ്ലാദേശിനെയും അതിന്റെ മുകളിലുള്ള നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും ബാധിച്ച ഒരു ചുഴലിക്കാറ്റാണ് സിത്രാങ് എന്നത്. അപ്പൊ ഈ 4 ചുഴലിക്കാറ്റിന്റെ പേര് ഓർത്തിരിക്കുക: മാൻഡസ്, നന്മഡോൾ, നൽകെ, സിത്രാങ്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ രാജ്യങ്ങളും അതുപോലെ ഏത് റീജിയനിലാണ് ഇത് രൂപപ്പെട്ടത്, വീശിയടിച്ചത് എന്നൊക്കെ ഓർക്കാം. അടുത്ത പോയിന്റ് നീലക്കുറിഞ്ഞിയെ പറ്റിയാണ്. നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂവ് നീലക്കുറിഞ്ഞിയെ 2023 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ 2023 സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ച കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സസ്യത്തെയാണ് എന്ന് ചോദിച്ചാൽ നീലക്കുറിഞ്ഞിയെയാണ്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം PSC 1 മാർക്ക് ചോദ്യം. എന്തുവാ? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നതാണ് നീലക്കുറിഞ്ഞിയുടെ സയന്റിഫിക് നെയിം. സ്ട്രോബിലാന്തസ് കുന്തിയാന. അപ്പൊ ഇത് സംരക്ഷിത സസ്യമായിട്ട് അപ്പൊ ഈ സസ്യത്തെ സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഈ സസ്യത്തെ പറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ 3 വർഷം തടവും 25,000 രൂപ പിഴയുമായിരിക്കും കിട്ടുന്നത്. അറിയാതെ പോലെ അതിനെ പറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യല്ലേ. 3 വർഷം തടവും 25,000 രൂപ പിഴയുമായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ നീലക്കുറിഞ്ഞിയെ അപ്പൊ നമ്മൾ ഇനി നോക്കി കാണാനേ പാടുള്ളൂ, അതിന്റെ ഭംഗി ആസ്വദിക്കാനേ പാടുള്ളൂ. അത് പറിക്കാനോ നശിപ്പിക്കാനോ പാടില്ല. അതെടുത്ത് വീട്ടിൽ കൊണ്ട് വീട്ടുകാരെ കാണിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുറകെ കുറെ ശിക്ഷയും പിഴയും എല്ലാം പുറകെ വരും. 3 വർഷം തടവായിരിക്കും, 25,000 രൂപ പിഴയുമായിരിക്കും ശിക്ഷ കിട്ടാൻ പോകുന്നത്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം കൂടി ഓർത്തിരിക്കുക: സ്ട്രോബിലാന്തസ് കുന്തിയാന. അടുത്ത പോയിന്റ്സ് നോക്കാം. അപ്പൊ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം പുറത്തിറക്കിയ ബുക്കിനെ പറ്റി അറിയത്തില്ലായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പറയാം. SCRT ടെക്സ്റ്റ് ബുക്കുകൾ PSC പരീക്ഷകൾക്ക് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. PSC ഇപ്പം മിക്ക ചോദ്യങ്ങളും SCRT ബേസ്ഡ് തന്നെയാണ്. നമ്മളിപ്പം റാങ്ക് ഫയലിനെക്കാളും കൂടുതൽ ആശ്രയിക്കേണ്ടത് SCRT പാഠപുസ്തകങ്ങളെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും ചാപ്റ്റർ വൈസ് ആയിട്ട് PSCയുടെ മാറിയ ക്വസ്റ്റ്യൻ പാറ്റേൺ രീതി അനുസരിച്ച് ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്ത് ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്നാണ് ഈ ബുക്കിന്റെ പേര്. ഒരുപാട് പേര് വാങ്ങി, നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ റിവ്യൂസ് ഒക്കെ ഒരുപാട് കണ്ടായിരുന്നു, ഒരുപാട് സന്തോഷമായി. അപ്പൊ ബുക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബുക്കിന്റെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. അപ്പൊ
താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സാപ്പ് ചെയ്ത് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ജോഷിമഠ് നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ജോഷിമഠ്. ഉത്തരാഖണ്ഡിലെ ഒരു സ്ഥലമാണ്, നഗരമാണ് ജോഷിമഠ്. 2023 ഭൂമി ഇടിഞ്ഞു താഴ്ന്ന ഉത്തരാഖണ്ഡിലെ നഗരം ഏതാണ്? ജോഷിമഠ്. അപ്പോൾ ഇത് PSC പരീക്ഷകളിൽ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ജോഷിമഠ് എന്നത് 2023 ഉത്തരാഖണ്ഡില് ഭൂമി ഇടിഞ്ഞു താഴ്ന്ന ഒരു നഗരമാണ്. ഏത്? ജോഷിമഠ്. അവിടുത്തെ ആൾക്കാരുടെയൊക്കെ നമ്മളിപ്പം പെട്ടെന്ന് ഓർമ്മ വരുവാണ് പറയുമ്പോ തന്നെ. മോർബി തൂക്കുപാലം 2023 തകർന്നു വീണ ഗുജറാത്തിലെ തൂക്കുപാലമാണ് മോർബി. അപ്പൊ മോർബി തൂക്കുപാലം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 2023 തകർന്നു വീണ മോർബി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ജോഷിമഠ് ഉത്തരാഖണ്ഡും മോർബി തൂക്കുപാലം എവിടെയാണ്? ഗുജറാത്തിലും ആണ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ബേർഡ് ഫെസ്റ്റിവൽ നടന്നത് എവിടെ? ബേർഡ് ഫെസ്റ്റിവൽ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേർഡ് ഫെസ്റ്റിവൽ. അപ്പോൾ ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ബേർഡ് ഫെസ്റ്റിവൽ നടന്നത് പഹൽഗാമിലാണ്. പഹൽഗാമിലാണ് ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ബേർഡ് ഫെസ്റ്റിവൽ നടന്നത്. എവിടെയാ? പഹൽഗാമിലാണ്. ഇനി സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി, സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. ആരുടെയാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ആണ്. അതുപോലെ തന്നെ 108 അടി ഉയരമുള്ള മറ്റൊരു സ്റ്റാച്യു ആണ് സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി എന്നത്. ഇത് ആരുടെ സ്റ്റാച്യു ആണ്? ബാംഗ്ലൂർ നഗരത്തിന്റെ സ്ഥാപകനായ കെമ്പഗൌഡയുടെ സ്റ്റാച്യു ആണ് സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി. ഇത് എവിടെയാ സ്ഥാപിച്ചിരിക്കുന്നത്? ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെ, കെമ്പഗൌഡ എയർപോർട്ട് എന്നല്ലേ അറിയപ്പെടുന്നത്, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഈ കെമ്പഗൌഡയുടെ പൂർണ്ണകായ പ്രതിമ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഉദ്ഘാടനം ചെയ്തത്. ആ ഒരു പ്രതിമ അറിയപ്പെടുന്നതാണ് സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി എന്നത്. വെങ്കലത്തിൽ തീർത്ത പ്രതിമയായിരുന്നു ഇത്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു നഗരത്തിന്റെ സ്ഥാപകന്റെ ആദ്യത്തേതും ഏറ്റവും ഉയരത്തിലുള്ളതുമായിട്ടുള്ള ഒരു പ്രതിമയാണ് ഏതെന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി. കെമ്പഗൌഡയുടെ പ്രതിമയാണ്. കെമ്പഗൌഡ ബാംഗ്ലൂർ നഗരത്തിന്റെ സ്ഥാപകനാണ് കെമ്പഗൌഡ. 108 അടിയാണ് ഈ ഒരു ഈ ഒരു സ്റ്റാച്യുവിന്റെ ഉയരം. നിങ്ങളിപ്പോ ബാംഗ്ലൂർ എയർപോർട്ടിൽ എങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം നിലവിൽ വന്നത്, സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിലെ ആലുവയിലാണ്. കേരള സീഡ് ഫാം എന്നാണ് അതിന്റെ പേര്. കേരള സീഡ് ഫാം. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം നിലവിൽ വന്നത് കേരളത്തിലാണ്, ആലുവയിലാണ്. കേരള സീഡ് ഫാം ആണ്. കേരള സീഡ് ഫാം. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2022 ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. രാജീവ് ഗാന്ധിയുടെ പേരിലായിരുന്നു, ഇപ്പൊ മേജർ ധ്യാൻചന്ദിന്റെ പേരിലാണ് ഖേൽരത്ന പുരസ്കാരം അറിയപ്പെടുന്നത്. 2022 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ടേബിൾ ടെന്നീസ് താരമായ അജാന്ത ശരത് കമലിനാണ് 2022 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ കായിക ഇനം വളരെ വളരെ ഇമ്പോർട്ടന്റ്, ടേബിൾ ടെന്നീസ് ആണ് ഇദ്ദേഹത്തിന്റെ കായിക ഇനം. 25 ലക്ഷം രൂപയാണ് ഇപ്പൊ പുരസ്കാര തുക. ഇദ്ദേഹം ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ മൊത്തം 4 മെഡലുകളാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. 3 സ്വർണവും 1 വെള്ളിയും അടങ്ങുന്ന 4 മെഡലുകളാണ് ആര് സ്വന്തമാക്കിയത്? അജാന്ത ശരത് കമൽ സ്വന്തമാക്കിയത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കായിക ഇനം ഓർത്തു വെച്ചോണം, ടേബിൾ ടെന്നീസ്. അടുത്ത ടോപ്പിക് തെറായി എലിഫന്റ് റിസർവിനെ പറ്റിയാണ്. ഉത്തർപ്രദേശിൽ നിലവിൽ വന്ന പുതിയ എലിഫന്റ് റിസർവാണ് തെറായി എലിഫന്റ് റിസർവ്. രാജ്യത്തെ 33ാമത് എലിഫന്റ് റിസർവാണ്. ഏരിയ വൈസ് നോക്കുമ്പോൾ രാജ്യത്തെ 8ാമത്തെ വലിയ എലിഫന്റ് റിസർവുമാണ് തെറായി എലിഫന്റ് റിസർവ്. UPയിലെ 2ാമത്തെ എലിഫന്റ് റിസർവ് ആണ് തെറായി എലിഫന്റ് റിസർവ്. നോക്കിയിരിക്കാം. ഇനി ന്യൂഡൽഹിയെ പറ്റിയ ഒരു ഫാക്ട് ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2022 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഏതാണ്?
ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം 2022 കണക്കനുസരിച്ച്. ഇനി 2 പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരിക്കാം. ആദ്യത്തെ പുസ്തകം കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന ബുക്കിന്റെ രചയിതാവ് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെ ബുക്കാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്നത്. അടുത്തൊരു ബുക്ക് ദ ക്ലൈമറ്റ് ബുക്ക്. ദ ക്ലൈമറ്റ് ബുക്ക് എന്നത് ഗ്രേറ്റ തുൻബർഗിന്റെ ബുക്കാണ്. ഗ്രേറ്റ തുൻബർഗ് 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്വീഡിഷ് എൻവിയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആണ്. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രേറ്റ തുൻബർഗ്. ഗ്രേറ്റ തുൻബർഗിന്റെ സ്വദേശം ചോദിച്ചിട്ടുണ്ട്, സ്വീഡനാണ്. ദ ക്ലൈമറ്റ് ബുക്ക് എന്നത് ഗ്രേറ്റ തുൻബർഗിന്റെ ബുക്കാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ബദിര T20 ചാമ്പ്യൻസ് ട്രോഫി 2022. ബദിര T20 ചാമ്പ്യൻസ് ട്രോഫി 2022 ജേതാക്കളായത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ ജേതാക്കളായതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയാണ് ബദിര T20 ചാമ്പ്യൻസ് ട്രോഫി 2022 ജേതാക്കളായത്. റണ്ണർ-അപ്പ് ദക്ഷിണാഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയാണ് റണ്ണർ-അപ്പ്. വേദി UAE ആയിരുന്നു വേദി. അപ്പൊ ബദിര T20 ചാമ്പ്യൻസ് ട്രോഫി 2022 ജേതാക്കളായത് ഇന്ത്യ. പിന്നെ റണ്ണർ-അപ്പ് ആയത് സൗത്ത് ആഫ്രിക്ക. വേദി എവിടെയായിരുന്നു? UAE ആയിരുന്നു വേദി. ഓക്കെ, അടുത്ത ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് 2022. കേന്ദ്ര സംഗീത നാടക അക്കാദമി 2022 2019, 20, 21 എന്നീ വർഷങ്ങളിലെ പുരസ്കാരം പ്രഖ്യാപിച്ചത് 2022 19, 20, 21 എന്നീ വർഷങ്ങളിലെ പുരസ്കാരം പ്രഖ്യാപിച്ചത് 2022 അപ്പൊ നമുക്ക് 19 തൊട്ട് നോക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് മലയാളികൾക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി ആയതുകൊണ്ട് മലയാളികൾക്ക് മാത്രം ആയിരിക്കത്തില്ലല്ലോ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ മലയാളികളുടെ പേര് മാത്രം തെരഞ്ഞുപിടിച്ച് ഓർത്താൽ മതിയേ. അപ്പൊ 2019 വരാം. 2019 5 മലയാളികൾക്കാണ് കിട്ടിയത്. 1, 2, 3, 4, 5 മലയാളികൾക്കാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഞാൻ കോഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പേര് നോക്കാം. വി സുരേന്ദ്രൻ, പാല CK രാമചന്ദ്രൻ, നിർമ്മല പണിക്കർ, പെരുവനം കുട്ടന്മാരാർ, കോട്ടയ്ക്കൽ നന്ദകുമാരൻ നായർ എന്നിവർക്കാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം 2019 കിട്ടിയത്. കോഡ് പറയട്ടെ. സുരേന്ദ്രൻ പാലം പണിയാനായി വനത്തിലൂടെ കോട്ടയിലെത്തി. ഇതാണ് കോഡ്. സുരേന്ദ്രൻ പാലം പണിയാനായി വനത്തിലൂടെ കോട്ടയിലെത്തി. സുരേന്ദ്രൻ അവിടെ തന്നെ ഉണ്ട്. പാലം പണിയാനല്ലേ പോയത്? പാലം, പാല, പണിയാൻ, പണിക്കർ. ഏതിലൂടെയാ പോയത്? വനത്തിലൂടെയാ പോയത്. എവിടെ എത്തി? കോട്ടയിലെത്തി. സുരേന്ദ്രൻ പാലം പണിയാനായി വനത്തിലൂടെ കോട്ടയിലെത്തി. ബി സുരേന്ദ്രൻ, പാല CK രാമചന്ദ്രൻ, നിർമ്മല പണിക്കർ, പെരുവനം കുട്ടന്മാരാർ, കോട്ടയ്ക്കൽ നന്ദകുമാരൻ നായർ. ബി സുരേന്ദ്രൻ ഇദ്ദേഹം മൃദംഗ വിദ്വാനാണ്. മൃദംഗ വിദ്വാനാണ് വി സുരേന്ദ്രൻ. പാല CK രാമചന്ദ്രൻ കർണാടക സംഗീതമാണ് പാല CK രാമചന്ദ്രന്റെ ഇനം. ഇദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് കർണാടക സംഗീതത്തിലാണ്. നിർമ്മല പണിക്കർ ഇപ്പൊ ഒരു സ്ത്രീയാണ്. മോഹിനിയാട്ടം നിർമ്മല പണിക്കർ. പെരുവനം കുട്ടന്മാരാർ തായമ്പകയാണ് പെരുവനം കുട്ടന്മാരാർ. കോട്ടയ്ക്കൽ നന്ദകുമാരൻ നായർ കഥകളിയാണ് കോട്ടയ്ക്കൽ നന്ദകുമാരൻ നായർ. ഇപ്പോ സുരേന്ദ്രൻ എന്തു പണിയാൻ വേണ്ടിട്ടാ? പാലം പണിയാനാണ് വനത്തിലൂടെ കഷ്ടപ്പെട്ടല്ലേ കോട്ടയിൽ എത്തിയത്. ഓക്കെ, അപ്പൊ ഇത് 2019 കിട്ടിയിട്ടുള്ള ആൾക്കാരെയാണേ. അടുത്ത് നോക്കാം. ഇനി 2020 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം മലയാളികൾക്കാർക്കും ലഭിച്ചിട്ടില്ല. അപ്പൊ അത് നോക്കേണ്ട കാര്യമില്ല. 2021 2 മലയാളികൾക്കാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത്. കലാമണ്ഡലം ഗിരിജയ്ക്കും നീന പ്രസാദിനുമാണ് ലഭിച്ചത്. കലാമണ്ഡലം ഗിരിജ കൂടിയാട്ടം കലാകാരിയാണ് കലാമണ്ഡലം ഗിരിജ. നീന പ്രസാദ് മോഹിനിയാട്ടവും കലാമണ്ഡലം ഗിരിജ കൂടിയാട്ടവും ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്.
പ്രഥമ നെടുമുടി വേണു പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ബാലു കിരിയത്തിനാണ് പ്രഥമ നെടുമുടി വേണു പുരസ്കാരം ലഭിച്ചത്. ഓർത്തിരിക്കുക, ബാലു കിരിയത്ത്. അടുത്ത ടോപ്പിക് മലബാർ എക്സസൈസ് ആണ്. മലബാർ എക്സസൈസ് സ്ഥിരം PSC ചോദിക്കുന്ന ഒരു നാവിക അഭ്യാസമാണ് മലബാർ നാവിക അഭ്യാസം. 26ാമത് മലബാർ എക്സസൈസിന് വേദിയായ രാജ്യം ജപ്പാനാണ്. 26ാമത് മലബാർ എക്സസൈസിന് വേദിയായ രാജ്യം. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, USA. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, USA എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് മലബാർ എക്സസൈസ് നടത്തുന്നത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, USA. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, USA. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.